ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ ക്ലാസ്സിലാവട്ടെ ഭയങ്കര എന്താ പറയുക അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് റഹീമ. വന്നോ ഓള് റിയാക്ഷൻ എടുക്കാൻ നിൽക്കുക. നമ്മൾ ഓള് ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ റിയാക്ഷൻ എടുക്കണേത്. അവിടെ പോയി നിൽക്ക്. ഞാൻ കണ്ടിട്ടില്ല, തല കണ്ടു. പറയട്ടോ തിരിഞ്ഞു നോക്കണെങ്കില് എക്സ്പ്രഷൻ ഇട്ടോണ്ടി വേഗം തിരിയാ. മാഷാഅല്ലാ മാഷാഅല്ലാ. हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में शहर की हवा ने मुझ में रंग भरे मैं भूला सब पुरानी तस्वीरों में सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में देख के रब ने आज़म मुझे भर दिए कि उठ सकूं बुलंद तकदीर से सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में शहर की हवा ने मुझ में रंग भरे मैं भूला सब पुरानी तस्वीरों में सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में देख के रब ने आज़म मुझे भर दिए कि उठ सकूं बुलंद तकदीर से सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में शहर की हवा ने मुझ में रंग भरे मैं भूला सब पुरानी तस्वीरों में सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में देख के रब ने आज़म मुझे भर दिए कि उठ सकूं बुलंद तकदीर से सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में शहर की हवा ने मुझ में रंग भरे मैं भूला सब पुरानी तस्वीरों में सफर लिखा हाथ की लकीरों में न खोने दिया ख्वाब को ताबीरों में देख के रब ने आज़म നമ്മളെ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഗ്യാങ്ങിൽ നമ്മളെ വീട്ടിൽ ഐ മീൻ ഫസ്റ്റ് ഗേളിന്റെ മാരേജ് ആണ് നടക്കുന്നത്. സംഭവം നമ്മളെ ചെറിയൊരു അനിയത്തിക്കുട്ടി പോലെയാണ് ഓള്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ജോളി ആയിട്ടുള്ളതും അതാണ്. പെണ്ണെ നീ തുള്ളി കളിക്കല്ല പെണ്ണെ നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ അടിയിലേ ഫോണില് പാട്ടിട്ടാളി. ചെന്ന പിന്നെ പതിച്ചേ തെന്നി പതിച്ചേ നിന്നച്ചേ കണ്ണിക്കുരുങ്ങി നിന്നേ കള്ളം കൂടം പോലെ കണ്ണിൽ തടഞ്ഞേ സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണെ ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുനിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നേ my delusional solulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional ചിലബു എന്നും കണ്ടാലും I on you delulu my delusional solulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional ചിലബു എന്നും കണ്ടാലും I on you सारे तारे चमके चमके रहते हैं तू जो कभी जाए कौन सिखाए दिल की कैसे सुनते हैं कभी जो मंजिल ना आसान रंजिश कोई दरमियान खत है जो तुझको लिखे शायद मिल ना सके खैर तू अब जो मिले सुन ले ये सदा कैसी दिल लगी है तू कैसी बेबसी है तू मेरी जिंदगी है तू मेरी जिंदगी आँखों की नमी है तू सब है पर कमी है तू मेरी जिंदगी है तू मेरी जिंदगी है तू
चाहते हो तुम जो हम घबराए, थम क्यों जाती धड़कने, हंसता रहे हर पल दर्द न पाए, छीन लूं तेरी उलझने, सोचूं जो खुद को बिन तेरे, कैसे चलेंगे सिलसिले, तुमसे ही करता शुरू, तुम पर ही सब खत्म, दिल जो करे कभी तो मिलना फिर वहाँ, कैसी दिल लगी है तू, कैसी बेबसी है तू, मेरी जिंदगी है। ഈ ഒരു 1 വീക്ക് 2 വീക്ക് ആയിട്ട് ഇവളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഈ ഒരു ഡേയ്സിലൊക്കെ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുകൊണ്ട് പറയാൻ കഴിയില്ല. നമ്മളെ നിക്കാഹാണ് കുറെ കാലത്തിന് ശേഷം. അറേഞ്ച് മാരേജാ, പക്ക അറേഞ്ച് മാരേജ്. എല്ലാവരും ചോദിക്കൂ ലവ് മാരേജ് ആണോ, അല്ല അറേഞ്ച് മാരേജാ. അങ്ങനെ ഫാമിലി കാണാൻ വന്നു. പിറ്റേ ദിവസം ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തു. പക്ഷെ ഫോമലായിട്ട് ഇപ്പോഴത്തെ പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങ് ഓപ്പൺ ആകാൻ പറ്റിയില്ല. രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് അറിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഇൻസ്റ്റ ഐ ഡി മേടിച്ചു, പിന്നെ ഒന്ന് ചാറ്റ് ചെയ്തു, കണക്ട് ആയി, അങ്ങനെ ഫോർവേഡ് ചെയ്തു. അതിന്റെ എക്സാമിന്റെ തലേന്നാണ് മെസ്സേജ് അയച്ച, സെം എക്സാമിന്റെ തലേന്ന്. പക്ഷെ ഞാൻ എക്സാം അവിടെ മാറ്റി വെച്ചാണ്ട് ലൈഫല്ലേ, സംസാരിക്കണല്ലോ, അറിയണല്ലോ. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു. ഫസ്റ്റ് ഡേ തന്നെ കമ്പനിയായി. ഇപ്പൊ ഇവിടെ വരെ എത്തി. मैं करूं इंतजार तेरा, तू दिल तू यो जान मेरी, मैं तेनू समझावा कि ना तेरे बिना लगदा जी, तू की जाने प्यार मेरा, मैं करूं इंतजार तेरा, तू दिल तू यो എന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സംസാരിച്ചപ്പോൾ ഒരു കണക്ഷൻ കിട്ടി. ഒരു കണക്ഷൻ കിട്ടി, എന്തോ ഒരു ഇത് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ. അതെ. അതുവരെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 5ാമത്തെ 4ാമത്തെ പെണ്ണ് കാണലാണ്. എനിക്കിപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നേന്. പക്ഷേ ഒരു വിധത്തിൽ സംസാരിച്ചു. പിന്നെ എനിക്കൊരു കണക്ഷൻ കിട്ടിയാൽ മാത്രം ഫോർവേഡ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെ. പക്ഷെ സംസാരിച്ച് ആ കണക്ഷൻ കിട്ടി, അങ്ങനെയാണ് ഫോർവേഡ് ചെയ്ത് ഇവിടെ വരെ എത്തിയത്. ना तेरे बिना लगदा जी,
على ما أمر الله تعالى به من إمساك بمعروف وتسريح بإحسان زوجتك وأنكحتك بنتي ريما فاطمة بمهر هذه الولي من الذهب قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകള് റൈമ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹർ നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഇണയാക്കി തന്നു. നിങ്ങളുടെ മകള് റൈമ ഫാത്തിമയെ ഈ പറയപ്പെട്ട മഹറിന് പകരമായി നിങ്ങൾ എനിക്ക് നിക്കാഹി ചെയ്തു തന്നതിന് ഇണയാക്കി തന്നതിന് നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. അത്യാവശ്യം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റൈമയ്ക്ക് പറ്റിയൊരു ചെക്കനാണ്. ആണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൾക്ക് അത്യാവശ്യം രണ്ടാളും നെഗറ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നല്ല രീതിയിൽ റൈമപ്പോ എന്തെങ്കിലും ക്രെയിംസ് പറയുന്ന സമയത്ത് ഓൻ എന്തെങ്കിലും ഷുഗർ ഐറ്റംസ് ഓർഡർ ചെയ്ത് കൊടുക്കുക, അതിന്റെ സാധനങ്ങളിലൊക്കെ പക്ക 100%. അപ്പം തന്നെ ഞാൻ കണ്ട ഞാൻ ബ്ലാക്ക് ഔട്ടായി. എനിക്ക് വേറെ ഒന്നും കാണുന്നില്ല. അതെ. ഒരു ഡ്രീമി മൊമെന്റ് ആയിരുന്നു. നമ്മൾ തന്നെ ഒരു എന്താ പറയാ, ഒരു പാരഡൈസിലൊക്കെ ഉള്ള ഒരു ഫീല്. तेरे बिना लगदा जी वे चंगा नैयो की ताबेवा, वे चंगा नैयो की ताबेवा, दिल मेरा तोड़ के वे बड़ा पछताया खा, वे बड़ा पछताया खा नाल तेरे जोड़ के. ना तेरे बिना लगदा जी. मेरे दिल ने चुन लिया ने तेरे दिल दिया रहा, तू जो मेरे नाल तुरे ता तुर पे मेरी आसा.
ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളടുത്ത് വന്ന് ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവൾ സംസാരിക്കാറ്. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോയ സമയത്ത് രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ഒരേ എനർജി കീപ്പ് ചെയ്ത ആൾ റീമ മാത്രമായിരിക്കും. അപ്പോൾ അത്രയും എനർജിയും ഫുൾ ടൈം ഹാപ്പി ചില്ലായിട്ടിരിക്കുന്ന ആൾക്ക് എന്നും അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ. എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്സും എനർജിയും ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവേണ്ടോളെ പറ്റി പറയുമ്പോൾ തന്നെ, കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഭയങ്കര ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ പഠിക്കാനൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിങ്ങനെ കുറച്ചൊന്ന് വിട്ട് നിൽക്കാൻ തുടങ്ങിയത്. ആ സമയത്തൊക്കെ സിലു നന്നായിട്ട് ഇമോഷണൽ ആവുന്നു. ലൈക്ക് നമ്മളിങ്ങനെ ഞാനും മിന്നുമായിരുന്നു നമ്മൾ പുറത്ത് പോകുന്നത്, സിലു വീട്ടിലായിരുന്നു ഉണ്ടാവുക. അപ്പം അന്നൊക്കെ ഇവളിങ്ങനെ പറയായിരുന്നു, നിങ്ങൾ പോയാൽ എനിക്ക് ഇടങ്ങേറാവും സങ്കടാവും എന്നൊക്കെ. അന്ന് നമുക്കങ്ങനെ അത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇവളെ ഈ ഒരു നിക്കാടെ ആയപ്പോൾ അവൾ ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. ഐ മീൻ വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെയൊക്കെ നമ്മൾ ഈ ഒരു 1 വീക്ക് 2 വീക്കായിട്ട് ഇവളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഐ മീൻ ഓരോ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഐ മീൻ ഈ ഒരു ഡേയ്സിലൊക്കെ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുകൊണ്ട് പറയാൻ കഴിയില്ല. സന്തോഷത്തിലാണ്. രണ്ടാളും ഒരേ വൈബാണ്. അതെ, അത് നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു വൈബിന്റെ മെയിൽ ക്യാരക്ടർ ഫീമെയിൽ ക്യാരക്ടർ അങ്ങനെയാണ് രണ്ടുപേരും ഉള്ളത്. 10 ദിവസം മെസ്സേജ് അയച്ചു, അത് കഴിഞ്ഞ് കാണാൻ വന്നു. അന്ന് നമ്മൾ ഫുൾ കണക്ട് നമ്മൾ ചിരിച്ചിൽ. കാരണം നമുക്ക് ആദ്യം ഒരു കണക്ഷൻ കിട്ടി, പുറത്തുള്ളവർക്ക് അറിയില്ല നമുക്ക് കണക്ട് ആയിരുന്നു. ആൾക്കാർ കാണാൻ നല്ല ചിലക്ക് ചിരിച്ചിൽ ഇതാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ വീഡിയോ കോൾ ചെയ്തപ്പോഴും ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഓക്കെ അല്ലായിരുന്നു പറഞ്ഞാൽ നമുക്ക് നല്ല സൈറ്റ് സംസാരിക്കാൻ കഴിയൂലല്ലോ, ഓപ്പൺ ചെയ്യാൻ. കാരണം പാരൻസ് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാം, നമുക്ക് കഴിയില്ല. പിന്നെ മെസ്സേജ് അയച്ചു, വർക്കിലായതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം. എനിക്ക് ഭയങ്കര റൂഡ് പോലെ ടെക്സ്റ്റ് മെസ്സേജ് ഫുള്ള്. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം വോയിസ് ഇട്ട് ऐसे 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 कैसे वैसे जैसे जैसे मैं पढ़ूं मेरे दिल में जो मेरी आंखें भी पढ़े तेरी आंखों को. क्या ये महफिल में बैठे या उठे दौड़े जाने को